അർച്ചന ഇപ്പം സ്പെയിനില് PhD ചെയ്യല്ലേ? ഏതിലായിരുന്നു PhD ചെയ്യുന്നത്? ഏ, ഞാൻ PhD ചെയ്യുന്ന മെറ്റീരിയൽ സയൻസിലാണ്. ഞാനിവിടെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. മെറ്റീരിയൽ ഇന്ത്യ മെറ്റീരിയൽസിൽ. പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ PhD എൻറോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു സെറ്റപ്പ്. ഓക്കെ, അത് സ്പെയിനിൽ ഏകദേശം ഇങ്ങനെ തന്നെയാണോ? ഇതേ രീതിയിലാണോ ഈ PhD കാര്യങ്ങളൊക്കെ വരുന്നത്? അല്ല, ഇവിടെ എന്താ പല ടൈപ്പ് PhDs ഉണ്ട്. നമ്മൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെയായിരിക്കും. കൂടുതലും നമ്മൾ വർക്ക് ചെയ്യുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പിന്നെ യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്തിട്ട് അവിടുത്തെ കോഴ്സ് വർക്കും കാര്യങ്ങളും ആയിരിക്കും. അതല്ല, ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിലെ PhD ഇത് എന്താ പറയാ PhD ആപ്ലിക്കേഷൻ ആയിട്ട് വരികയാണെങ്കിൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി PhD മാത്രമായിരിക്കും. അങ്ങനെ. ഓക്കെ, അപ്പൊ ഫണ്ടിങ് വരുന്നത് ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തുനിന്ന് അല്ലേ? ഫണ്ടിങ് നമ്മുടെ സൂപ്പർവൈസറുടെ പ്രോജക്റ്റ് അനുസരിച്ചിട്ടായിരിക്കും. ഇവർക്ക് ഓരോ പ്രോജക്റ്റും ഫണ്ടിങ്ങും കിട്ടുന്ന സമയത്ത് ഇവര് റിക്വയർമെന്റ് അനുസരിച്ചിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അങ്ങനെയാണ്. ഓ, ഓക്കെ, അങ്ങനെ. ഈ അല്ലാണ്ട് അർച്ചനന്റെ യൂണിവേഴ്സിറ്റി സ്റ്റൈഫൻഡ് അല്ല. സ്റ്റൈഫൻഡ് അല്ല. ഓക്കെ. അല്ല, ഡയറക്റ്റ് ഈ പ്രൊജക്ട് ഫണ്ട് എന്നാണ് വരുന്നത്. പ്രോജക്ട് ഫണ്ട് എന്നാണ് നമ്മുടെ ഫണ്ടിങ് മുഴുവൻ വരുന്നത്. അതെ. അർച്ചനന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? ഏത് ഫീൽഡിലാണ് ബാച്ചിലേഴ്സും ഞാന് മാസ്റ്റേഴ്സും ഡിഗ്രി അത് കഴിഞ്ഞത് എങ്ങനെ? ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഫിസിക്സ് ആണ്. പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് PhD എൻറോൾ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. എനിക്ക് മെറ്റീരിയൽ സയൻസിൽ കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബേസിസിൽ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടാണ് വന്നത്. അതെ, എന്ന് വെച്ചാൽ ആ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ഞാന് ജൂനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ട് നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എവിടുന്ന ഈ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ കഴിഞ്ഞത്? അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്ത് ഞാൻ നോക്കിയാ? ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാടിന്ന് ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഫിസിക്സ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നൈയിൽ ARC എന്ന് പറഞ്ഞൊരു റിസർച്ച് ലാബ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു 3 വർഷം ജൂനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ട് നിന്നു. പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് എന്തെങ്കിലും പബ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്? ഒരു 2-3 പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആ, ഓക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പബ്ലിക്കേഷൻ ഉള്ളത് ഫസ്റ്റ് CV സ്ക്രീനിങ്ങിൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരുപാട് കാൻഡിഡേറ്റ്സ് വരുന്ന സമയത്ത് അവർ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ച് സ്ക്രീൻ ചെയ്യണമല്ലോ. അപ്പൊ ഉം. അതുകൊണ്ട് പബ്ലിക്കേഷൻസ് ചിലപ്പം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പക്ഷെ അതെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല പബ്ലിക്കേഷൻ അങ്ങനെ എന്താ പറയാ ഒരു മാൻഡേറ്ററി സാധനമാണെന്ന് തോന്നുന്നില്ല. അത് ശരിയാണ്, നമ്മുടെ ശരിയാണ്. ഗ്യാപ്പ് അനുസരിച്ചിട്ടാണ്. നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു വിത്തിൻ 1 ഇയർ ഓഫ് ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പബ്ലിക്കേഷൻ അത്ര എക്സ്പെക്ട് ചെയ്യില്ല ആൾക്കാർ നമ്മുടെ അടുത്തുനിന്ന്. പിന്നെ ട്രൂ. ഗ്യാപ്പ് വരുംതോറും സ്വാഭാവികമാണ്, നമ്മളിപ്പോ വർക്ക് ചെയ്തിട്ട് ഔട്ട്പുട്ട് കാണിക്കണല്ലോ. അപ്പോ അതെ, എന്ത് ചെയ്തു അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പബ്ലിക്കേഷൻ എക്സ്പെക്ട് ചെയ്യും. ശരിയാ. നമ്മുടെ ഈ റിസർച്ചിന്റെ കേസിലാവുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് പബ്ലിക്കേഷൻ ആണല്ലോ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്ന ആളാണോ വർക്ക് ചെയ്യാത്ത ആളാണോ അങ്ങനത്തെ ഒരു സാധനം, ഒരു ഡൗട്ട് എന്തായാലും ആർക്കെങ്കിലും തോന്നും. അതെ, അപ്പൊ അതെ, 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 അതുകൊണ്ട് അങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പബ്ലിക്കേഷൻ ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. അതെ. ശരിയാ. കൂ- കൂടുതൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അപ്ലിക്കേഷൻ അയച്ചു തുടങ്ങാം. അപ്പൊ പിന്നെ ആ ഒരു എക്സ്പെക്ടേഷൻസ് പറയും. എന്താ പറയാ അതെ, ആ കൂടുതൽ എന്താ പറയാ നമ്മൾ ആർക്കും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഏകദേശം പ്രൊജക്ട് തീരുമ്പോ തന്നെ എവിടെയെങ്കിലും അഡ്മിഷൻ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ എന്താ പറയാ ഒരു ഗ്യാപ്പിന്റെ പ്രശ്നം അങ്ങനെ നമ്മുടെ ആൾക്കാർ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുകയില്ല. അതെ. ശരിയാ. മാസ്റ്റർ സ്റ്റുഡന്റ് കഴിഞ്ഞിട്ട് ഫ്രഷർ ആയിട്ട് വരുമ്പോ ഇപ്പൊ നമ്മളെ എടുക്കുന്ന സൂപ്പർവൈസർ ആണെങ്കിലും നമ്മളെ ആ ഒരു സ്റ്റുഡന്റ് ലെവലിലേ നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുള്ളൂ. ഉം. അതെ, നമ്മള് അതെ, അതെ, പബ്ലിക്കേഷൻ ഒക്കെ ആയിട്ട് വരുമ്പോ അതിൻ്റെതായ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുമായിരിക്കും. ഉം, ശരിയാണ്. ഈ ഒരു പൊസിഷൻ എങ്ങനെ കണ്ടുപിടിച്ചേ? ഈ ഇങ്ങനെ ഈ ഇത് വേക്കന്റ് ഞാൻ പൊസിഷൻ അപ്ലൈ ലിങ്ക് ചെയ്തതാണോ? അതെ അതെ, ഞാൻ ലിങ്ക്ഡിൻ വഴിയാണ് കൂടുതലും അപ്ലിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോ യൂണിവേഴ്സിറ്റീസ് ആവുമ്പോ ശരിക്കും ഇയർലി 2 പ്രാവശ്യമാണ് ഇവര് അഡ്മിഷൻ വിളിക്കുക. മറ്റേ സമ്മർ കോളും വിന്റർ കോളും. പക്ഷെ ആ, ഇതിപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായോണ്ട് ഇവര് പ്രോജക്റ്റ് വരുന്നതിനനുസരിച്ചിട്ടാണ് വിളിക്കുക. അപ്പൊ ത്രൂ ഔട്ട് ദ ഇയർ ഓപ്പൺ ആയിരിക്കും.
നമ്മൾ അങ്ങനെ എന്താ പറയാ, ഒരു സെമസ്റ്റർ തുടങ്ങുന്ന സമയത്ത് മാത്രമേ വിളിക്കുള്ളൂ, അങ്ങനത്തെ ഒരു സാധനമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ലിങ്ക്ഡിനിൽ റാൻഡംലി കണ്ട് അപ്ലൈ ചെയ്ത്, പിന്നെ ഇന്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഇവര് ഓഫർ തന്നതിന് ശേഷമാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യുന്നത് ആദ്യം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്കൊരു പൊസിഷൻ കിട്ടിയതിന് ശേഷമാണ് ആ നമ്മൾ പിന്നെ അവിടുത്തെ PhD ക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവര് തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിലെ ട്യൂട്ടറെയും എല്ലാം അവര് തന്നെ സെലക്ട് ചെയ്ത് തരും. ആ അപ്പൊ നമ്മള് യൂണിവേഴ്സിറ്റിയുടെ ബേസിക് ക്രൈറ്റീരിയാസ് മാത്രം മീറ്റ് ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാസ്റ്റേഴ്സിലെ ഒരു മിനിമം മാർക്കോ, അല്ലെങ്കിൽ ചിലപ്പോ ചില യൂണിവേഴ്സിറ്റീസ് IELTS സ്കോർ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ഇത് മാത്രമേ നമ്മൾ മീറ്റ് ചെയ്താൽ മതി. ഓ ശരിയാണ്. അപ്പോ അവിടെ നമുക്ക് IELTS സ്കോർ വേണമായിരുന്നോ ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്? സ്കോർ ആ വേണമായിരുന്നു, പക്ഷെ അത് എന്താ പറയാ, അപ്ലിക്കേഷൻ ഒരു മാൻഡേറ്ററി സാധനമല്ല. ഇപ്പൊ നമ്മളുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ ഇവര് നമുക്ക് ടൈം തരും. നമ്മൾ ആ, ഇവിടെ എത്തിയിട്ടാണെങ്കിലും ഇവിടെ എത്തി ഒരു 3 മാസം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി. അതെ. പിന്നെ ഇപ്പൊ ഞാന് എക്സ്പയർ ആയ സർട്ടിഫിക്കറ്റാ സബ്മിറ്റ് ചെയ്തത്, പക്ഷെ അവര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്സെപ്റ്റ് ചെയ്തു. ആ അപ്പൊ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിലും മതിയാവോ? അത് ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡന്റ് ആണ്. ചിലപ്പോ അവര് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യില്ല. അത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഒരു ബേസിക് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ കൊടുക്കുമ്പോ അങ്ങനെ നമുക്ക് മാത്രം വേണ്ട അങ്ങനത്തെ ഒരു സാധനം ഇല്ല. നമ്മൾ എക്സ്റ്റേണൽ സ്റ്റുഡന്റ് ആയതുകൊണ്ട് അതിന്റെ ഒരു ഇതുണ്ടാവും. ഞാൻ ചിലപ്പോ കൺസിഡറേഷൻ. എക്സ്റ്റേണൽ സ്റ്റുഡന്റ് ആയിട്ട് ചെയ്തോണ്ടായിരിക്കും എന്റെ എന്താ പറയാ എക്സ്പയർ ആയ സർട്ടിഫിക്കറ്റ് അവര് അക്സെപ്റ്റ് ചെയ്ത്. അല്ലെങ്കിൽ ഡേറ്റ് അവർ നോക്കിയിട്ടുണ്ടാവില്ല. അല്ല, ഞാൻ അവരോട് പറഞ്ഞതാ. ആ, ആ, അതായത് ഇങ്ങനെ എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്തേലും, പക്ഷെ എക്സ്പയർ ആയിട്ടുണ്ട്. ഇത് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ഇതെടുക്കാം, അതല്ലെങ്കിൽ ഞാൻ വേറെ ഒന്നും കൂടെ എഴുതാന്ന് പറഞ്ഞപ്പോഴാണ് ചെയ്തോ. അവര് പറഞ്ഞത് ഓക്കെ ആണ്, ഇതാണെങ്കിലും പ്രശ്നമില്ലെന്ന്. അപ്പൊ അത് എക്സ്റ്റേണൽ സ്റ്റുഡൻസിനും അല്ലാണ്ട് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷനും ആകുമ്പോൾ വ്യത്യാസം വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോ അതിന് സാധ്യതയുണ്ട്. മാറിയിരിക്കും. അപ്പൊ അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയല്ലേ വേണ്ടത്, അല്ലാതെ സ്പാനിഷ് ആവശ്യമുണ്ടോ? സ്പാനിഷ് ഇല്ല, കോഴ്സിനോ ഇതിനോ ആയിട്ട് ആവശ്യമില്ല. അല്ലാണ്ട് പക്ഷെ ലൈഫ് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ് സ്പാനിഷ് പഠിച്ചു കഴിഞ്ഞാല്. അത് എന്താ പറയാ, വരുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്തൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വന്നിട്ട് അതിനും മിക്ക യൂണിവേഴ്സിറ്റീസിലും ഫ്രീ ആയിട്ട് ലാംഗ്വേജ് ക്ലാസ്സസ് ഉണ്ട്. എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമുക്ക് ഫ്രീ ആയിട്ട് ലാംഗ്വേജ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോ അങ്ങനെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ കുറച്ചൊക്കെ പഠിച്ചാൽ മതി, അത്യാവശ്യം ജീവിക്കാനുള്ളത് പഠിച്ചാൽ മതി. അതെ. അല്ല, അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് ഒട്ടും അവർ ചോദിക്കുന്നില്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പിന്നെ കോഴ്സ് വർക്ക് ആണെങ്കിലും ഒരു 2 to 6 ക്രെഡിറ്റ്സ് ആണ് മോസ്റ്റ്ലി എല്ലാ യൂണിവേഴ്സിറ്റീസിലും. അപ്പൊ അതും ഇംഗ്ലീഷ് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, ലാംഗ്വേജിന്റെ പ്രോബ്ലംസ് ഒന്നുമില്ല. അതെ, അത് പറഞ്ഞപ്പോഴാണ്. അപ്പൊ അവിടുത്തെ സ്ട്രക്ചർ എങ്ങനെയാ കാര്യങ്ങള് PhD-യുടെ? സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി 3 to 4 years ആണ് പറയുന്നത്. പിന്നെ അത് നമുക്ക് അങ്ങനെ ഒരു ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം പീരീഡ് അല്ലാത്തതുകൊണ്ട് ഡിപ്പെൻസ് ആണ്. ഒരു 3-3.5 yearsൽ മോസ്റ്റ്ലി ഇവിടെ ആൾക്കാർ ഫിനിഷ് ചെയ്യുന്നുണ്ട്. സയൻസ് ഫീൽഡിൽ അത്യാവശ്യം എല്ലാവരും അറ്റ്ലീസ്റ്റ് തീസിസ് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ഡിഫൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ആ ഒരു ടൈം പീരീഡേ ഉള്ളൂ. 3.5 yearsൽ മോസ്റ്റ്ലി എല്ലാവരും ഫിനിഷ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടോ ഓരോ വർഷവും കംപ്ലീറ്റ് ചെയ്യണമെന്ന്? ആ ബേസിക് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്സ് വേണം. പിന്നെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ അറ്റൻഡ് ചെയ്യണം, എന്തെങ്കിലും പ്രസന്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻ മോസ്റ്റ്ലി ഒരു പബ്ലിക്കേഷൻ പ്ലസ് തീസിസ്, അതാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ. പിന്നെ നമ്മുടെ സൂപ്പർവൈസറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സൂപ്പർവൈസേഴ്സ് കൂടുതൽ പബ്ലിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യും. ചില ആൾക്കാർ ബേസിക് റിക്വയർമെന്റ് ആയാൽ തന്നെ ഓക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാന്നുള്ള ഒരു സാധനമാവും. അപ്പൊ എന്തായാലും ഒരു 3 വർഷമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു 2 പബ്ലിക്കേഷനുള്ള വർക്കെങ്കിലും നമ്മൾ എന്തായാലും അവിടെ ചെയ്യും. മോസ്റ്റ്ലി നമ്മൾ പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രൊജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ പ്രൊജക്റ്റിന് ഓട്ടോമാറ്റിക്കലി ഡെഡ് ലൈൻസും റിക്വയർമെന്റ്സും ഉണ്ടാവും. അതെ, അപ്പൊ നമ്മുടെ വർക്ക് ആ ഫ്ലോയിൽ പോയിക്കോളും. ഇപ്പൊ ശരി. ഞാൻ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എന്താ അക്കാഡമിക്
പ്രോജക്റ്റ് അങ്ങനത്തെ സാധനങ്ങളാവുമ്പോ ഒരു പെർട്ടിക്കുലർ ഡെഡ്ലൈൻസോ റിക്വയർമെന്റ്സോ അങ്ങനത്തെ സാധനങ്ങൾ ഇല്ലെങ്കിൽ വർക്ക് ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അതും ഇൻഡിവിജ്വൽ ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ എന്താ പറയാ, ഡെഡ്ലൈൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് അല്ലെങ്കിൽ വേറെ രീതിയിൽ പോവാം, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് മാറ്റി ചെയ്തു നോക്കാം. അപ്പൊ അങ്ങനെ ഒരു ഡിലേ വരും. ഇപ്പൊ എന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഡ്ലൈൻസും അല്ലെങ്കിൽ പ്രോജക്ട് ഡെലിവറബിൾസും ഉണ്ട്. അപ്പൊ നമ്മള് അതിനനുസരിച്ച് എന്തായാലും നമ്മളെ വർക്ക് തീർക്കും. അപ്പൊ ആ വർക്ക് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വർക്ക് ഫിനിഷ് ചെയ്തു, പിന്നെ നമുക്ക് അതിന്റെ പേപ്പർ എഴുതാൻ പബ്ലിഷ് ചെയ്യാം. ആ ഒരു ഇതിലാ പോകുന്നത്. ഓക്കെ. അപ്പൊ ഓരോരുത്തരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ സൂപ്പർവൈസറിന്റെ ചൂസ് റിക്വയർമെന്റും ചെയ്യണം. നമ്മുടെ ഫീൽഡ് ഓഫ് റിസർച്ച് ഫീൽഡൊക്കെ വെച്ചിട്ടിരിക്കില്ലേ? ഇപ്പൊ ചില ആൾക്കാർക്ക് എന്താ പറയാ, ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാവുമ്പോ ഏതെങ്കിലും പ്രോജക്റ്റിൽ ജോയിൻ ചെയ്താൽ ചിലപ്പോൾ അത് പറ്റണം എന്നില്ല. ഉം. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ലൈനിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാം കൂടെ ചെയ്യാനൊക്കെ സമയം കിട്ടുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതെ 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 അതെ, ശരിയാണ്. അപ്പൊ PhD ആസ് എ ഡിഗ്രി സമയത്ത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യാൻ ഒരു വെൽ റിട്ടൺ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതെ, ശരിയാ. അപ്പൊ ഈ കോഴ്സ് വർക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, എന്തെങ്കിലും ഫസ്റ്റ് ഉം. ഇയറിൽ എത്ര കോഴ്സ് വർക്ക്, എത്ര ക്രെഡിറ്റ് വേണമെന്നാണ്? എന്റെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് 2 ക്രെഡിറ്റ് മതി. അപ്പൊ അതങ്ങനെ എന്താ പറയാ, ഇവിടെ മോസ്റ്റ്ലി അങ്ങനെ സബ്ജക്ട് റിലേറ്റഡ് കോഴ്സസ് അല്ല PhDക്ക് ഉള്ളത്. ജനറൽ കോഴ്സസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അക്കാഡമിക് റൈറ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയാ, അക്കാഡമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻ, അങ്ങനത്തെ ഒരു ഇതില് ഹൗ ടു കൺവേർട്ട് യുവർ അക്കാഡമിക് വർക്ക് ഇൻ ടു ഓ, ഇൻഡസ്ട്രിയൽ യാ യാ. ഔട്ട്പുട്ട്, ആ ഒരു സാധനങ്ങളാണ്. ഓ, അപ്പൊ അങ്ങനെ ഞങ്ങൾക്കത്. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കോഴ്സുകളോ അങ്ങനെ കൂടുതലും എക്സാംസ് ഉള്ള കോഴ്സുകളൊന്നും അല്ല. ഇപ്പൊ അല്ല. അക്കാഡമിക് റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അസൈൻമെന്റ് ഉണ്ടാവും. ജസ്റ്റ് എന്താ പറയാ, ഒരു നമ്മൾ തന്നെ എഴുതുന്ന ഏതെങ്കിലും പേപ്പറിന്റെ അബ്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുന്നു, എന്നിട്ട് ക്ലാസ്സിൽ ഒരുമിച്ച് നിന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഉം, അപ്പൊ ഈ സ്റ്റൈലിൽ ഇത് എഴുതാൻ പാടില്ല, അങ്ങനത്തെ ഒരു സാധനം. കൊള്ളാം. അതെന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരില്ലല്ലോ അല്ലേ, PhD ആയതുകൊണ്ട്? അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പൊ എന്റെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രൊഫസർ നമുക്ക് കുറെ AI ടൂൾസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. അപ്പൊ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എഴുതാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. അപ്പൊ ശരിക്കും നമുക്ക് കൊള്ളാല്ലേ. യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അതെ അതെ നമുക്ക് ക്രെഡിറ്റും കിട്ടും, നമ്മുടെ കാര്യവും നടക്കും. അവ ശരിക്കും ഭയങ്കര നല്ലതാണ്. അതെ. പിന്നെ അപ്പൊ ഇവർക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നില്ല, അല്ലാണ്ട് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും സെമിനാർ എടുത്താൽ മതി. അപ്പൊ അതും ഒക്കെ ക്രെഡിറ്റിൽ ആഡ് ആവും. അപ്പൊ അങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. കൊള്ളാം. അങ്ങനെ എക്സാം എഴുതുന്ന പരിപാടി ഇല്ല. അതെ 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 അതെ, നൈസാണ്. ഇവിടുത്തെ കേസിൽ ഞങ്ങൾക്ക് 2 കോഴ്സ് വർക്ക് വേണം. അതന്നെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് തന്നെ, ആ, ഓ. നമ്മുടെ ഫീൽഡ് ഓറിയന്റഡ് ആയിട്ട് വരുന്നത് നമ്മുടെ സൂപ്പർവൈസറാണ് തീരുമാനിക്കുന്നത് ഏതാ കോഴ്സ് ചെയ്യേണ്ടതെന്നുള്ളത്. ആഹാ. നമുക്ക് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒരു എക്സംഷൻ കിട്ടും ഒരു കോഴ്സിന്. ഉം ഹും. പിന്നെ ഒരു കോഴ്സ് ഞാനിവിടെ SEM ട്രെയിനിങ് ചെയ്തത്. SEM ട്രെയിനിങ് ചെയ്തൊരു ഓഹോ. ചെറിയ ആ റിപ്പോർട്ട് അയച്ചു കൊടുത്തു, അതേ ഉണ്ടായിരുന്നു. ആ ഇല്ല, ഉണ്ട്. നമുക്കിവിടെ അങ്ങനെ അതുകൊണ്ട് എന്താ, അത്. ആരും ഇടപെടൊന്നുമില്ല. കോഴ്സ് ഇത് ചൂസ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. അതെ അതെ, ശരിയാ. ഉം. എടാ, ഞാൻ ഒരു കോളിലാ, ഞാൻ വിളിക്കാൻ മെസ്സേജ്. ഡോർ മുട്ടിയതാ. ഉം. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത്. ഓക്കെ. കോഴ്സ് വർക്ക്. റിക്വയർമെന്റ് കോഴ്സ് വർക്ക് അല്ലേ? ഓക്കെ. ഇപ്പൊ അർച്ചന ഏത് ഫീൽഡ്? ഫിസിക്സ് ആണെന്ന് പറഞ്ഞു, സിമുലേഷൻ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു. എന്താ അതൊന്ന് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? അധികം റിസർച്ച് എത്തിക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അല്ല, റിസർച്ച് എത്തിക്സ് വിട്ട് പറയാൻ പറ്റില്ല എന്തായാലും. ഉം. പക്ഷെ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു യൂറോപ്യൻ യൂണിയന്റെ പ്രോജക്റ്റിലാണ്. അപ്പം കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് യൂറോപ്പിനകത്ത് തന്നെയുള്ള. ഇപ്പൊ ഡെൻമാർക്കിലെ, ജർമ്മനിയിലെ, അയർലൻഡിലെ, അങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള ഒരു പ്രോജക്റ്റിലാണ് ചെയ്യുന്നത്. അപ്പം എന്താ പറയാ, വലിയ ഗോളാണ് പ്രോജക്റ്റിന്റെ. പക്ഷെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും അവരുടെ കുഞ്ഞു കുഞ്ഞു പാർട്ട് ചെയ്യുന്നു, അങ്ങനത്തെ സാധനമാണ്. അപ്പൊ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ട മെഷീൻ ലേണിങ്ങിനും AI മോഡൽസിന്റെ ട്രെയിനിങ്ങിനും ഒക്കെ വേണ്ട എക്സ്പെരിമെന്റൽ റിസൾട്ട്സ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ ഡേറ്റ ഉണ്ടാക്കലും അതിന്റെ വാലിഡേഷനും ഒക്കെയാണ് എന്റെ പാട്ട്. ഓക്കെ. എന്റെ ഗ്രൂപ്പ് മേറ്റ് ഒരുത്തൻ ഇതേ സെയിം
ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ചെയ്യുന്നുണ്ട്. ആ അവനും ചെയ്യുന്നത് SEM ഇമേജസ് കളക്ട് ചെയ്തിട്ട് ആ അത് കോഡിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ. ഇപ്പൊ നമ്മളൊരു പാർട്ടേ ചെയ്യുന്നുള്ളൂ. മറ്റേ മോഡലിംഗ് ചെയ്യുന്നത് വേറെ ആൾക്കാരാണ്. ഉം. പിന്നെ അവര് ചെയ്യുന്ന കമ്പ്യൂട്ടേഷണൽ വർക്കിന്റെ വാലിഡേഷൻ നമ്മൾ ചെയ്യും. അങ്ങനെ. അങ്ങനെ ആ ഫ്യൂച്ചറിലാണ് കളി. ആവട്ടെ. ഫ്യൂച്ചറിന് വേണ്ടിയല്ലേ കളിക്കണേ. അതെ അതെ അതെ, അത് ശരി. അത് പറഞ്ഞപ്പോ എന്താണ് പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻ എന്താ ഇത് കഴിഞ്ഞിട്ട്? ഇത് കഴിഞ്ഞിട്ട് കഴിയട്ടെ. അപ്പൊ തീരുമാനിക്കാന്നല്ലേ. അതെ. എന്തെങ്കിലും വല്ല സജഷൻസോ അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും തരാനുണ്ടോ നമ്മുടെ ഏരിയയില് അല്ലെങ്കിൽ സ്പെയിനിലൊക്കെ PhD ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള PhD ആസ്പിറൻസിന്? PhD ആസ്പിരൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂറോപ്പ് ആണ് ചെയ്യാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ സ്പെയിൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല ഇൻ ടേംസ് ഓഫ് മണി. അതായത് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവ് സ്റ്റൈഫൻഡും കുറവ് പൈസയാണ് സ്പെയിനിൽ കിട്ടുന്നത്. പക്ഷെ അതിനനുസരിച്ച് തന്നെ ലിവിങ് കോസ്റ്റും എല്ലാം അതിനനുസരിച്ചാണ്. അപ്പൊ ബാക്കി ഇപ്പൊ ജർമ്മനി അല്ലെങ്കിൽ സ്വീഡൻ, സ്വിറ്റ്സർലൻഡ് പോലെയുള്ള കൺട്രീസിൽ ലിവിങ് കോസ്റ്റും കൂടുതലാണ്. അതുപോലെ തന്നെ നല്ല ഇത് എന്താ പറയാ സാലറി പേയ്മെന്റും കിട്ടും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് കോസ്റ്റ് മാന്യമായിട്ടാണ്, അതുപോലെ തന്നെ പേയ്മെന്റും കുറവാണ്. അതെ അപ്പൊ അങ്ങനെ ഒരു മണി ഓറിയന്റഡ് സാധനമാണ് എന്നുണ്ടെങ്കിൽ സ്പെയിൻ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയില്ല. പക്ഷെ അല്ലാണ്ട് വർക്ക് കൾച്ചറും വെതറും അല്ലാണ്ട് ഇപ്പൊ ആൾക്കാരാണെങ്കിലും നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയും. എനിക്കിവിടെ ഇഷ്ടമാണ്. അതെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ എല്ലാം ഡിപ്പെൻസ് ഓൺ നമ്മൾ ഏത് ലാബിലാണെന്നുള്ളതാണ്. നമ്മളെ നല്ലൊരു എൻവയോൺമെന്റ് ഉള്ള അല്ലെങ്കിൽ നല്ലൊരു സൂപ്പർവൈസറുടെ ലാബിലാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കുറവാണെങ്കിലും നമ്മളൊരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ വർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ എത്തിപ്പെടുന്ന ലാബ് ഏതാണെന്ന് ഇപ്പൊ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഒരു ഭാഗ്യത്തിന്റെ കളിയിൽ ഇങ്ങനെ പോണാണ്. അപ്പൊ നല്ല ശരിയാണ്. ലാബ് കിട്ടിക്കഴിഞ്ഞാല് നല്ലതായിരിക്കും. അത് ശരിയാ. അപ്പൊ എന്തെങ്കിലും ഈ നമ്മളൊരു PhDക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ സിമുലേഷൻ റിലേറ്റഡ് ആയിട്ട് റിസർച്ച് ഫീൽഡിൽ ഒരു PhD അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ പെർട്ടിക്കുലർലി പറയാനില്ല. ഇപ്പോ ഒരു ഫീൽഡ് തന്നെ PhD ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഫീൽഡിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പൊ മാസ്റ്റേഴ്സ് പ്രൊജക്ടിന്റെ സെയിം ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ അപ്ലൈ ചെയ്യാം. കാരണം നമ്മൾ ഡിലേ വരുംതോറും നമ്മുടെ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് കൂടും, നമ്മുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻസ് കൂടും. അതെ ഇപ്പൊ നമ്മളൊരു 6 മാസം ആണെങ്കിലും ഇപ്പൊ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഒരു 6 മാസം നമ്മൾ എന്തെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിന്നു, അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഗേറ്റോ നെറ്റോ ഒക്കെ പ്രിപ്പയർ ചെയ്യാനിരുന്നു എന്നുള്ളത് നമുക്ക് എന്താ പറയാ ഇവിടത്തെ ഒരു ഇന്റർവ്യൂവിന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. ഇപ്പൊ സംഭവം ഇവിടത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഇവിടെ ആരും ബാക്ക് ടു ബാക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. ഇവര് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കുന്നു. ആ ഒരു ലെവലിലാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെ അല്ല എന്ന് ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അവിടെ വെറുതെ ഇരുന്നു എന്നുള്ള ചോദ്യം വരും. ഉം. ഓ കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിട്ടാണ് ഇവര് നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അതെ ശരിയാ. അപ്പൊ കൂടുതലും എന്താ പറയാ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ ഇന്റർനാഷണൽ ആൾക്കാരുള്ള ലാബിൽ നോക്കി അപ്ലൈ ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പൊ ചില ലാബുകളിലാണെങ്കിൽ കൂടുതലും ഇപ്പോ നാഷണൽ ഗവൺമെന്റിന്റെ ഫണ്ടിങ് ആയിരിക്കും. അപ്പൊ നാഷണൽ ഗവൺമെന്റിന്റെ ഫണ്ടിങ് ആവുമ്പോൾ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അല്ലെങ്കിൽ അതിന്റെ പ്രോജക്ട് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ സ്പെയിനത്തെ തന്നെയായിരിക്കും. അപ്പോ എന്താ പറയാ പ്രോജക്ട് മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയാ ചിലപ്പോ ലാംഗ്വേജ് സ്പാനിഷിലാവാൻ ഇഷ്യൂസും. സാധ്യതയുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി എന്താ പറയാ അങ്ങനെ സ്പാനിഷിലായി പോവും. ഇപ്പൊ എല്ലാവരും സ്പാനിഷുകാരാവുമ്പോ അങ്ങനെ ആയിപ്പോ. അത് ഏത് നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതെ അതെ അതെ. അപ്പോ അതിനനുസരിച്ചിട്ട് നമ്മള് പക്ഷെ കൂടുതലും നാഷണൽ പ്രോജക്റ്റിലേക്ക് ഇന്റർനാഷണൽ ആൾക്കാരെ അങ്ങനെ അധികം ആൾക്കാരും എടുക്കില്ല. അവരും മോസ്റ്റ്ലി ഇവിടുത്തെ ആൾക്കാരെ തന്നെയാണ് പ്രിഫർ ചെയ്യുക. പക്ഷെ ഇപ്പൊ എന്താ പറയാ നമ്മൾ അപ്ലൈ ചെയ്തു, നമ്മുടെ എന്താ പ്രൊഫൈല് ഭയങ്കരമായിട്ട് മാച്ച് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മളെ എടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ നല്ല സ്ഥലത്തായിരിക്കും നമ്മൾ വന്ന് പെടുന്നത്, അല്ല എന്ന് പറയുന്നില്ല. എന്നാലും കുറച്ചും കൂടെ ബെറ്റർ ഇന്റർനാഷണൽ ആണെങ്കിൽ നല്ലതായിരിക്കും. അതെ 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 ശരിയാ.
അപ്പൊ അങ്ങനെയാണല്ലേ അങ്ങനെ. കാര്യങ്ങളെ മൊത്തം. നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തു അല്ലേ? കവർ ചെയ്തിട്ടുണ്ട്. ആ പിന്നെ ഒരു ഉം. ഇതെന്ന് പറഞ്ഞു എന്തെങ്കിലും കഴിഞ്ഞാൽ ഇവിടെ ഉം. കുറെ ഇൻഡസ്ട്രിയൽ PhDs ഉണ്ട്. ഉം. അതങ്ങനെ അറിയാതെ പോകുന്ന ഒരു സാധനമാണ്. കാരണം നമ്മൾ മോസ്റ്റ്ലി അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലും യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമ്മൾ ലിമിറ്റഡ് ആവും. പക്ഷെ ഇൻഡസ്ട്രിയൽ PhDs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേയ്മെന്റ് ആയിരിക്കും. അതെ നമ്മളൊരു അതെ. കോർപ്പറേറ്റ് വർക്ക് കൾച്ചറിലേക്ക് മാറും. അപ്പൊ അത് ശരിക്കും ഭയങ്കര നല്ലൊരു സാധനമാണ്. 9 to 5 പിന്നെ വർക്കും ചെയ്താൽ മതി. ആ 9 to 5 വർക്ക് ചെയ്താൽ മതി. പക്ഷെ എന്താ രണ്ട് സ്ഥലത്തൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. ഉം. ഇപ്പൊ ഇൻഡസ്ട്രിയും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ കൊളാബറേഷൻ ആണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ഇവിടെ വന്ന് വർക്ക് ചെയ്യാം. കാരണം ഇവര് കൂടുതലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കൊളാബറേഷൻ വരുന്നത് തന്നെ പല ഇൻസ്ട്രുമെന്റ്സിനും വേണ്ടിയിട്ടാണ്. അതെ. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കോട്ടിങ്ങോ അല്ലെങ്കിൽ SCMോ അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതേപോലെ ബൾക്കായിട്ട് നമുക്ക് ചെയ്യാനുണ്ടാവും വർക്ക്. പക്ഷെ എന്താ പറയാ, ഫ്യൂച്ചറിൽ ഇൻഡസ്ട്രിയൽ ലൈഫ് ആണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ കയറണം എന്നാണ് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇൻഡസ്ട്രിയൽ PhD ആണ് ഓപ്ഷൻ അല്ലേ നല്ലത്? ആ പേയ്മെന്റ് വെച്ചിട്ടാണെങ്കിലും നല്ലൊരു എന്താ പറയാ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുന്നതാണെങ്കിലും എന്തുകൊണ്ടും അത് തന്നെയാണ് നല്ലത്. അതെ 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 ശരിയാ. ഇവിടെ ആക്ച്വലി കുറെ സ്റ്റാർട്ടപ്പുകൾ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ PhD എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളങ്ങനെ നാട്ടിൽ നിന്ന് അറിയുന്നില്ല. ഞാനും ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത്. എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കുറെ പേര് ഇൻഡസ്ട്രിയൽ PhDയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ പേയ്മെന്റ് വരുന്നത് വേറെ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. പക്ഷെ ഇവര് അതെ. നമ്മുടെ കൂടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സാധനമാണ്. ശരിയാണ്. അത് ഇവിടെ അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഇവിടെ അപ്പൊ നമ്മുടെ CSIR സൈറോ ഒക്കെ. ഫീൽഡൊക്കെ ഉം. നോക്കിയിട്ട് അങ്ങനെ നോക്കി സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അതെ 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 ശരിയാ. അപ്പോ വേറെന്തെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും മറന്നുപോയതോ? പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഏകദേശം എല്ലാം നമ്മൾ അ- പറഞ്ഞിട്ടുണ്ട്. നമ്മള് ആ എങ്ങനെയാണ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഉം. പിന്നെ ഈ പറയണ പോലെ എളുപ്പമല്ല അഡ്മിഷൻ കിട്ടാൻ. അതെ അതെ അതെ. അതുകൊണ്ട് അങ്ങനെ ഒന്നും രണ്ടും അപ്ലിക്കേഷനിലൊന്നും കിട്ടണമെന്നില്ല. അപ്പോ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ മെനക്കെട്ടിരുന്ന് അപ്ലൈ ചെയ്യുക, അല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല. അതെ. പിന്നെ കോണ്ടാക്ട്സ് വർക്ക് ചെയ്യും. ഇപ്പൊ എന്താ പറയാ, നമ്മുടെ സീനിയേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു പുഷ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലേ അവരെ കൊണ്ട്? അറ്റ്ലീസ്റ്റ് നമുക്ക് വേക്കൻസീസ് അറിയാൻ പറ്റും. അറിയാൻ പറ്റും. ഇപ്പൊ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വേക്കൻസി ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഗ്രൂപ്പിലൊക്കെ വേക്കൻസി ആണെങ്കിൽ നമ്മൾ ആദ്യം അറിയും. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് എന്ന് പറയാനുള്ളൊരു ഇതോ, അതെ. അല്ലെങ്കിൽ പറ്റിയ പ്രൊഫൈൽ ആണെങ്കിൽ ഇപ്പോ ഇവിടുത്തെ ആൾക്കാര് വെൽക്കമിങ് ആണ്. അത്യാവശ്യം സെയിം പ്രൊഫൈലുള്ള ആൾക്കാരാണ്. മാച്ചിങ് പ്രൊഫൈൽ ആണെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു സ്പേസും ഉണ്ട്. അവരത് കേൾക്കാനോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ചെയ്യാനോ ഉള്ളൊരു സാധനവും അവര് ഓപ്പൺ ആണ്. അത് ശരിയാ. ഇപ്പൊ ബാക്കി എന്റെ പിന്നെ അവരുടെ കേസിലാണെങ്കിലും കയ്യിലാണ്. ആ അതെ, എന്റെ കേസിലാണെങ്കിൽ എനിക്ക് എന്റെ സൂപ്പർവൈസറിനോട് ചെന്ന് ചോദിക്കാൻ പറ്റും ഏതെങ്കിലും PhD പൊസിഷൻസ് ഉണ്ടോ, ഫ്രണ്ട്സ് ആ നോക്കുന്നുണ്ട്. അതാ പറയാനുണ്ട്, അവരോടൊക്കെ അപ്ലൈ ചെയ്താൽ പറഞ്ഞോ, മെയിലയക്കാൻ ആ പറഞ്ഞോ എന്നൊക്കെ പറയാം. ആ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ എന്താ പറയാ 100% നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നല്ല. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ അതെ ഉണ്ടെങ്കിൽ അതെ. പറയാമെന്നുള്ള ഒരു ഇതുണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും വേക്കൻസി ഒക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഗ്രൂപ്പിലാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്ക് അത്ര അറിയണമെന്നില്ല. പക്ഷെ ഗ്രൂപ്പിലുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ആ എന്റേത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ചെറുതായത് കാരണം നമ്മളിങ്ങനെ ഓ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അറിയും. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആളെ എടുക്കുന്നുണ്ട്, നിനക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ, ആ ഒരു സാധനം വരും. അപ്പൊ ഓ അതുകൊണ്ട് അങ്ങനെ വരും. ആ നമ്മുടെ കേസിൽ പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ഗ്രൂപ്പിന് യൂണിവേഴ്സിറ്റി മാത്രമേ ആവുമ്പോ അറിയുള്ളൂ. പിന്നെ ഭയങ്കര വലുതല്ലേ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ. അപ്പോ അങ്ങനെ താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ താങ്ക് യു എക്സ്പീരിയൻസ്. സോ മച്ച്. നമ്മൾ ഏകദേശം എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്.